മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഈ ഹോളി വീക്ക് പ്രാർത്ഥനയിലേക്ക്, ഓൺലൈൻ പ്രയറിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നീ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വർഷത്തെ നോമ്പ് ആചരണത്തിന്റെ അവസാന നാളുകളിൽ, അവസാനത്തെ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ നാളുകളിലൊക്കെ ഞങ്ങളുടെ ചിന്തകളിലും ആലോചനകളിലും ഒക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ആരാധനകളിലും ശുശ്രൂഷകളിലും ഒക്കെ ഞങ്ങളുടെ സഭയായിട്ട് പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ക്രിസ്തുവിന്റെ കുരിശിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന സമയം അവിടുത്തെ കൃപ, അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്നെ കൂടുതൽ അടുത്ത് അറിയുവാൻ, അങ്ങയുടെ ജീവിതത്തെ കൂടുതൽ ആഴമായി മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങളും തിരുത്തലുകളും ഒക്കെ ഈ നാളുകളിൽ വരുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ ഓൺലൈൻ പ്രേയറിൽ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഇനിയും കൂട്ടി വരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടിവരുത്തണം. ഞങ്ങളുടെ ശുശ്രൂഷകൾ അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ലീജ ചെറിയാനാണ്. അപ്പോൾ ലീജ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ആദ്യത്തെ പാട്ട് എൻ രക്ഷക മറക്കല്ലേ. എൻ രക്ഷക മറക്കല്ലേ നീലവിളിക്കേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ എന്നെ തള്ളല്ലേ. യേശു യേശു എന്നരക്കം കേൾ, മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ മറന്നിടല്ലേ. കൃപാസനത്തിങ്കൽ ഞാനും കാണട്ടാശ്വാസം, താപൽ മുൻപിൽ കുമ്പിടുമ്പോൾ താനിൻ വിശ്വാസം. യേശു യേശു എന്നരക്കം കേൾ, മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ മറന്നിടല്ലേ. നിൻ പുണ്യമാത്രം നമ്പി ഞാൻ നിൻ മുൻപിൽ ചേരും, എന്നുറങ്ങിയ ആത്മാവേ നീ സ്നേഹാൽ പാലിക്ക. യേശു യേശു എന്നരക്കം കേൾ, മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ മറന്നിടല്ലേ. നീ എൻ സർവസുഖം മൂലം ജീവനേക്കാൾ നീയല്ലാതെ എനിക്കുള്ളൂ ഭൂസ്വർഗങ്ങളിൽ. യേശു യേശു
ഞാരക്കം മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ മറന്നിടല്ലേ. The second one is an English one. My faith looks up to thee. My faith looks up to thee, thou Lamb of Calvary, Savior divine. Now hear me while I pray, take all my guilt away. Oh, let me from the stake be wholly thine. May thy rich grace impart strength to my fainting heart, my zeal inspire. As thou hast died for me, oh, may my love to thee, pure and changeless, be a living fire. While life's dark maze I tread, and griefs around me spread, be thou my guide. Bid darkness turn to day, wipe sorrow's tears away. Nor let me ever stray from thee aside. When ends life's transient dream, when death's cold silent stream shall o'er me roam, bless Savior then in love, fear and distrust remove. Oh, bear me safe above, oh ransom soul. Thanks be to God. താങ്ക് യു ലീജ. ഇപ്പോൾ അന്നമ്മ ജേക്കബ് ആൻറ്റി സങ്കീർത്തനം വായിക്കും. സാം 130. കേൾക്കാവോ? കേൾക്കാം ആൻറ്റി. യെസ്. സങ്കീർത്തനം 130, സാംസ് 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാതനകൾ ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകത്തിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. അന്നമ്മ ആൻറ്റി എക്സിറ്റ് ആയോ? പരിശുദ്ധാത്മാവിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. ആദ്യമെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. അതിനു മുമ്പ് ദയവായിട്ട് ആരുടെയെങ്കിലും
ഫോൺ അൺമ്യൂട്ട് ആണെങ്കിൽ ദയവായിട്ട് മ്യൂട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കും. I request everyone to kindly check whether your mobile or laptops are unmute. If it is unmute, I request you to kindly mute your phones or laptops. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം തമ്പുരാൻ നമ്മെ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി പരിപാലിച്ചതിനായി, നടത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനർത്ഥങ്ങൾ കൂടാതെ, പ്രയാസങ്ങൾ കൂടാതെ ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. നമ്മുടെ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും ആപത്തുകളിലും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരങ്ങൾ നമ്മളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ നമുക്ക് ഈ നാളുകളിൽ ഓർക്കാം. സഭയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾക്കായി, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സാധ്യതകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഈ ഇടത്ത് കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിന് വേണ്ടി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന സഭയായി തുടരുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു നോമ്പ് നാളുകളിലൂടെ കടന്നു പോവുകയാണല്ലോ. നമ്മൾ വിശുദ്ധവാര ശുശ്രൂഷകൾക്കായിട്ടൊക്കെ ഒരുങ്ങുന്നു. നമ്മളെ കൂടുതൽ നമ്മളെ ആത്മീയമായി വിശുദ്ധീകരിപ്പാൻ, നമ്മളിൽ തന്നെയുള്ള പാപങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഈ നാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നമ്മള് പെസഹ വ്യാഴാഴ്ച, വലിയ വെള്ളിയാഴ്ച ആരാധന, ഈസ്റ്റർ സർവീസ്, ഹോളി സാറ്റർഡേ സർവീസ്, ഇതെല്ലാം അനുഗ്രഹമായി നടത്തുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ നമ്മൾ ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ട പരിവർത്തനങ്ങൾ, രൂപാന്തരങ്ങളൊക്കെ വരുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോമ്പിന്റെ നാളുകൾ പാപങ്ങൾ ഏറ്റുപറയുവാനും, വിശുദ്ധീകരണം പ്രാപിക്കുവാനും, തകർന്ന ബന്ധങ്ങളെ, ബലഹീനമാകുന്ന ദുർബലമാകുന്ന ബന്ധങ്ങളെ ശക്തീകരിക്കുവാനുമുള്ള സമയമാണല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളെ ഗൗരവമായി കാണുവാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഭവനങ്ങളിലൊക്കെ ആയി രോഗാവസ്ഥയിൽ, ശാരീരിക സുഖമില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഭരമേൽപ്പിക്കും. ദൈവം അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും ബലവും നൽകണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗാവസ്ഥകളാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ശാരീരികമായ സുഖമില്ലാത്തവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പ്രിയ ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കിള് ശാരീരിക സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പ്രിയ അങ്കിളിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ VC അബ്രഹാം ഷായിജാന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വരുന്ന വഴി ഒരു ചെറിയ അപകടം നേരിട്ടു. പ്രിയ ദാസന് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
ആൻസിമാമയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ പ്രത്യേകം നമുക്ക് ഓർക്കാം. കർത്താവ് ആ കുടുംബത്തിന് വേണ്ട ആശ്വാസവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹപ്രായമെത്തിയവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരവരുടെ ആവശ്യങ്ങളിൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ ജോലി കാര്യങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലമുറകളെ ദൈവം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷകൾക്കായിട്ട്, വിവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന, എൻട്രൻസുകൾക്കായിട്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ വിശേഷാലെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ പലരും പരീക്ഷകൾ പലതും എഴുതിക്കൊണ്ടിരിക്കുന്നു, എഴുതാനായിട്ട് ഒരുങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയൊക്കെ ജയിച്ച് അഡ്മിഷനൊക്കെ ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അഭിലാഷിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം അവരെ ആശ്വസിപ്പിച്ച് അവരെ അനുഗ്രഹീതമായി മുൻപോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനം ഒക്കെ ലഭിക്കുവാൻ കർത്താവ് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഭവനമൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരുങ്ങുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ദൈവം അവരുടെ സ്വപ്നങ്ങളെ സഫലീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രൊഫഷണൽ മേഖലകളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ തൊഴിൽ മേഖലകളെ ഓർക്കാം. പല മേഖലകളിലായിരിക്കുന്ന IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ബാങ്കിങ് മേഖലകളിൽ, ബിസിനസ് രംഗങ്ങളിൽ, സ്വന്തമായി ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവർ, സർക്കാർ ജോലിയിലായിരിക്കുന്നവർ, പ്രൈവറ്റ് ജോലിയിലായിരിക്കുന്നവർ, അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ ജോലിയിടങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആഴ്ചത്തെ വിശുദ്ധവാര ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പെസഹ വ്യാഴാഴ്ചത്തെ ആരാധന വൈകിട്ട് 7 മണിക്ക് ദേവാലയത്തിൽ നടക്കുകയാണല്ലോ. അനേകർ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദുഃഖ വെള്ളിയാഴ്ചത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കടന്നു വന്ന് ഒരുമിച്ച് കൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവകൃപ അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹോളി സാറ്റർഡേ സർവീസ് സാറ്റലൈറ്റ് വർഷിപ്പായിട്ട് നടത്തുന്നു ഹൈടെക് സിറ്റിയിൽ. അത് വൈകിട്ട് 5 മണിക്ക്. ആ ആരാധനയിലും അവിടെയുള്ളവരൊക്കെ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈസ്റ്റർ സർവീസ് രാവിലെ 7:30 മണിക്ക് ഞായറാഴ്ച നടത്തപ്പെടുന്നല്ലോ. ആരാധനയിലും സഭ ഒന്നടങ്കം കടന്നു വരുവാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മളെ തന്നെ എല്ലാവരെയും വ്യക്തികളായി, കുടുംബങ്ങളായി നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഏൽപ്പിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മിസ്സസ് ആൻസി എബ്രഹാം പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മാനവരാശിക്ക് വേണ്ടി കർത്താവെ, കാൽവരി ക്രൂശിലെ യാഗമായി തീർന്ന സ്വർഗീയ നല്ല പിതാവേ, സന്ധ്യയുടെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പാൽക്കാലം കൊണ്ട് കർത്താവെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്ത സഹിയായി കൂടെ ഇരുന്ന് കണ്ണിനെ കണ്ണുനീരിനും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച്
അത്ഭുതകരമായിട്ട് കർത്താവ് ഭൂമുഖത്ത് ഒരു ദിവസം ഇവിടെ ശേഷിപ്പിച്ചവയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നോയമ്പിന്റെ കാലയളവിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിപ്പാനും പാടുവാനും പ്രാർത്ഥിപ്പാനും സഭയായി കർത്താവെ ഞങ്ങൾക്ക് ആക്കിയിരിക്കുന്ന ഓരോ ദൈവക്കാട്ടും നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അനേക ആവശ്യങ്ങളുമായി അവിടുത്തെ തിരുസന്നിയിൽ കർത്താവെ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവിനാകിയാലും സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ സഭയായിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുവാണ് കർത്താവെ. അച്ഛനെ കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളിലെ സമർപ്പിക്കുന്ന കർത്താവെ. എന്റെ മകന്റെ ശുശ്രൂഷകളൊക്കെ കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനോട് സഹായിക്കണം. ആഴ്ചത്തെ എല്ലാ നോയമ്പിന്റെ ആരാധനകളും കർത്താവെ നിന്റെ മകനെ ശക്തീകരിച്ച് സഹായിക്കണം കർത്താവെ. ശുശ്രൂഷകളിലൊക്കെയും കർത്താവ് അവിടുന്ന് കൂടെ ഇരിക്കണം കർത്താവെ. കൊച്ചമ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ നിന്റെ മകളെ എത്രത്തോളം പ്രത്യാശയോടെ കർത്താവ് ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. വരുന്ന ആളുകളിൽ കൂടുതലായിട്ട് അനുഗ്രഹിക്കണം. ലോകത്തിൽ ദുഃഖത്തിന് വിടുതൽ സമാധാനം സൗഖ്യമൊക്കെ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ രണ്ടുപേരും അവിടുത്തെ കരങ്ങളിലെ സമർപ്പിക്കുന്ന കർത്താവെ. പുതിയ വർഷങ്ങളിൽ കർത്താവ്, പുതിയ അധ്യയന വർഷങ്ങളിൽ കർത്താവെ അഡ്മിഷനിലൊക്കെ നിന്റെ മക്കളെ സഹായിക്കണം കർത്താവ്. വർണ്ണകാര്യങ്ങളിൽ കൂടെ ഇരിക്കണം. നിന്റെ മക്കളെ ശുശ്രൂഷ സഭയ്ക്ക് കർത്താവ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം കർത്താവെ. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിപ്പാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുക്കി തന്നിരിക്കുന്ന നല്ല വയ്ക്കാട്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ സഭയെ കർത്താവെ കരങ്ങളെ സമർപ്പിക്കുന്ന സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഈ സമയത്ത് ഓർക്കുന്ന കർത്താവെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കർത്താവെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ അവിടുന്ന് കർത്താവ് അറിഞ്ഞിരിക്കുകയാണ്, സ്തോത്രം കർത്താവെ. പ്രായമായത് കർത്താവ് പ്രായാധിക്യത്തിന്റെ ബുദ്ധിമുട്ടുള്ള കർത്താവെ അനുഭവിക്കുന്ന വളരെ അനേക ആയിരങ്ങളുണ്ട് കർത്താവെ. സഭയിൽ കർത്താവെ ആയിരിക്കുന്ന അങ്കിൾമാര് ആങ്കിറ്റിമാര് രോഗത്താലും ദുഃഖത്താലും ഭാരത്താലും പ്രയാസത്താലും ഒക്കെ ആയിരിക്കുന്ന ഭവനങ്ങളുണ്ട് കർത്താവെ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണം. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന കർത്താവെ രോഗികളായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ മകനും കർത്താവ് ഇന്നത്തെ സന്ധ്യാസമയം അവിടുത്തെ മാതളയിലുമായി എഴുന്നള്ളിച്ചെന്ന് കർത്താവ് നിന്റെ മകനെയുള്ള സുരയും തൊട്ട് തലോടി പരിപൂർണ്ണ സൗഖ്യത്തെ കൊടുക്കണം കർത്താവെ. അവിടുത്തെ കാൽവർക്ക് വിഷയമായ തീർന്ന കർത്താവ് ചാണിപ്പുള്ള തൃക്കര നീട്ടി ഇന്നത്തെ സന്ധ്യാസമയം അവിടെ സൗഖ്യം കൊടുക്കണം, ആയുസ്സും ആരോഗ്യം കൊടുക്കണം. ശുശ്രൂഷിക്കുന്ന കരങ്ങളെയൊക്കെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, സഹായിക്കണം കർത്താവെ. വിവിധ സഭകളുടെ കർത്താവെ ആവശ്യങ്ങളിലൊക്കെയും കൂടെ ഇരിക്കണം. വിവിധ സംഘടനകളെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്ന കർത്താവെ. കർത്താവെ കമ്മിറ്റിയായി കർത്താവ് ഈ സമയത്ത് ഓർക്കുമ്പോൾ നിന്റെ മക്കളുടെ സംഘടനകളിലൊക്കെയും കർത്താവിന്റെ കൂടെ ഇരിക്കണം കർത്താവെ. അവരുടെ ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് മാനിക്കണം കർത്താവെ. വിവിധ സ്ത്രീജന സഖ്യത്തിന്റെ സംഘടനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവരുടെയൊക്കെ ആവശ്യങ്ങളിലൊക്കെയും കൂടെ ഇരിക്കണം. യുവജന സഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യുവജനങ്ങൾ കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് ഇറങ്ങുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും നിന്റെ മക്കളെ ഓരോരുത്തരും ഇടയാക്കണം. അവനൊരാഴ്ച ഷഷ്ടാവനും ജീവിപ്പാനുള്ള കൃപ കൊടുക്കണം. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. തക്ക സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുണകളെ ഒരുക്കി കൊടുക്കണം കർത്താവെ. വരുന്ന ആഴ്ചകളിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന അഭിലാഷനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവ് നിന്റെ വിവാഹ ശുശ്രൂഷകളിലൊക്കെ നിന്റെ മകനെ കർത്താവ് അവിടുന്ന് ഇരു കുടുംബങ്ങളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവെ. അവിടുന്ന് കൃപ കൂടെ ഇരിക്കണം. സൺഡേ സ്കൂളിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവെ ദേശകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവിടുത്തെ ഇടയാക്കണം. ഒരു നാളും കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുത്തെ സന്നിധി തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇടയാക്കണം. പിഞ്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബാലാഷ്ടകളിൽ നിന്നൊക്കെയും കുഞ്ഞുങ്ങളെ അവിടുന്ന് വിടിയിച്ചു കൊള്ളുമാറാണ് കർത്താവെ. ഓരോ ആവശ്യങ്ങളുമായിട്ട് വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ സഭ കർത്താവ് മറ്റുള്ള സഭകൾക്ക് മാതൃകയായി തീരുവാനോട് ഇടയാക്കിയായിട്ട് കർത്താവെ. കുടുംബമായിട്ട് കർത്താവ് വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഓരോ ആവശ്യങ്ങളായിട്ട് അടുത്ത തിരുസന്നിൽ അടുത്ത് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളെയൊക്കെയും കർത്താപ്പച്ചൻ അറിഞ്ഞിരിക്കാനോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും കർത്താപ്പച്ചൻ അറിഞ്ഞിരിക്കുന്ന കർത്താവ് ഈ ആഴ്ചത്തിലുള്ള ശുശ്രൂഷകളിലൊക്കെയും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവെ. ജോലി കാര്യങ്ങളിലൊക്കെയും വളരെ അനേക കാര്യങ്ങൾ കർത്താവെ ജോലിയുടെ ബുദ്ധിമുട്ടിലൊക്കെയും ഭാരപ്പെടുന്നവരുണ്ട്. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും കർത്താവെ നീക്കി കൊടുത്ത് അവരെയൊക്കെയും കർത്താവ് മാനിക്കണം. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം. ഞങ്ങൾ ഓരോ ആവശ്യങ്ങളുമായിട്ട് വീണ്ടും അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുവാണ്. ആവശ്യങ്ങളെയൊക്കെയും നിന്റെ മൂലം അറിഞ്ഞിരിക്കുന്ന കർത്താവ് ഓരോ ആവശ്യങ്ങളിലും കർത്താവ് നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കണം. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിപ്പാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഈ നോയമ്പിന്റെ കാലയളവിൽ ഞങ്ങൾ ഇത്രത്തോളം ഇടയാക്കി വയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഈ ആഴ്ചയിലുള്ള എല്ലാ ശുശ്രൂഷകളിലും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവെ. കർത്താവിന്റെ കൃപയിൽ അതിന് കർത്താവ് അച്ഛനെ അതിനായിട്ട് ശുശ്രൂഷയിലൊക്കെ കർത്താവെ ബലപ്പെടുത്തിയ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന വയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാനും സ്തുതിക്കുകയാണ് കർത്താവെ. ആവശ്യങ്ങളെയൊക്കെയും കർത്താവ് അച്ഛന്റെ കൃപയിൽ ചുറ്റുമായിട്ട് പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന വയ്ക്കായിട്ട് സ്തോത്രം. സാലുവേശന് വലിയ ഒരു നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേട്ടുന്ന അതാ ഉത്തരമല്ലണേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 29 ഡിവൈസസ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു.
അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ നിന്ന് പല ആളുകളും പല പേഴ്സണൽ ഡിവൈസസിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും ഈ തിരക്കുകളുടെയൊക്കെ മധ്യത്തിൽ നിങ്ങൾ ഇതിന് സമയം കണ്ടെത്തുന്നതിൽ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങളെ അതിന് അഭിനന്ദിക്കുന്നതിൻ്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു തിരക്കേറിയ ലോകത്തിൽ അംഗീകരിക്കപ്പെടേണ്ട, അടയാളപ്പെടുത്തപ്പെടേണ്ട, സ്പെസിഫൈ ചെയ്യേണ്ട, സിഗ്നിഫൈ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളാണ്. സോ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. നമ്മൾ നോമ്പിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ ഹോശാന ഞായറാഴ്ചയുടെ ആരാധനയിലൂടെ we have entered into the final lap or the final week, Holy Week in Lent. ഈ ദിവസങ്ങളൊക്കെ നമുക്കൊക്കെ വലിയ തിരക്കാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കുറെ കൂടെയൊക്കെ പരസ്പരം അടുത്തിരുന്നെങ്കിൽ, പള്ളിയോടും ഒക്കെ നമ്മൾ അടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പള്ളിയിൽ കൂടി ആരാധിച്ച് സന്തോഷിക്കേണ്ട സമയമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അതിലധികം പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ട, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യം കൂടെയാണ്. ദൂരം, ട്രാഫിക് ഒക്കെ നമുക്കൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ നോമ്പിന്റെ നാളുകളിൽ പ്രത്യേകമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ചാണ്. The temptations of Christ. യേശു 3 പ്രലോഭനങ്ങളാണ് തന്റെ ശുശ്രൂഷയുടെ ആമുഖത്തിൽ, പ്രാരംഭത്തിൽ അഭിമുഖീകരിച്ചത്. ഒന്ന്, ആദ്യത്തെ പ്രലോഭനം യേശുവിന് വിശന്നപ്പോൾ കല്ല് അപ്പമായി തീരുവാനുള്ള temptation. The temptation to change the stones into bread. നമ്മൾ ചിന്തിച്ചത് അധ്വാനിക്കാത്തത് ആഹാരം, അധ്വാനിക്കാത്തത്, കഷ്ടപ്പെടാത്തത്, നമുക്ക് അർഹമല്ലാത്തത് അത് നേടുവാനുള്ള ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അനർഹമായ വഴികളിലൂടെ, തെറ്റായ വഴികളിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ടെംപ്ടേഷൻസിന്റെ എല്ലാം ഒരു സമ്മറി അതാണ്. കുറുക്കു വഴികൾ. രണ്ടാമത്, യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന അനുസരിച്ച് യേശു കർത്താവിനെ ദേവാലയത്തിന്റെ മുകളിൽ കയറി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ താഴേക്ക് ചാട്. പെട്ടെന്ന് പ്രശസ്തി, ഇൻസ്റ്റന്റ് പോപ്പുലാരിറ്റി, അതിവേഗം അതിദ്രുതമായ പ്രശസ്തി, പെട്ടെന്ന് പ്രശസ്തനാണ്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. മൂന്നാമത്, പിശാച് യേശു കർത്താവിനെ വലിയൊരു മലമുകളിൽ കൊണ്ടുപോയിട്ട് ഈ രാജ്യങ്ങളും ദേശങ്ങളും അതിൻ്റെ എല്ലാ നന്മകളും എല്ലാ മഹത്വങ്ങളും അതിൻ്റെ വെൽത്തും ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. അൺജസ്റ്റ് പവർ, അന്യായമായ അധികാരം, എല്ലാം നിയന്ത്രിക്കാൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ത്വര മനുഷ്യനുണ്ട്. We want to control everything. How much we control decides our position and status in the society. നമുക്ക് എത്രത്തോളം നിയന്ത്രിക്കാനുണ്ട്, എത്രത്തോളം വ്യക്തികളെ, എത്രത്തോളം സംഭവങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ അപ്പോഴാണ് നമ്മൾ വലിയ ആളാകും. യേശുവിനോട് പിശാച് പറയുകയാണ്, നീ ഈ ലോകത്തിനെ നിയന്ത്രിക്കാനാണല്ലോ, യു ഹാവ് കം ടു കൺട്രോൾ ദിസ് വേൾഡ്, ടു റീക്ലെയിം ദിസ് വേൾഡ് ഫ്രം ദ ബോണ്ടേജ്, ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഈവിൾ. നീ സാത്താനിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വന്നതാണല്ലോ, പാപത്തിന്റെ മേൽ അധികാരം നേടാൻ വന്നതാണല്ലോ. യു ജസ്റ്റ് വർഷിപ്പ് മീ, ഐ വിൽ ഗിവ് യു
വാട്ട് യു വാണ്ട്. അല്ലേ, നിങ്ങൾ എന്നെ ആരാധിക്കതെല്ലാം തരാം. അന്യായമായ അധികാരം. നമ്മൾ മൂന്നാമത്തെ പ്രലോഭനത്തെ ആസ്പദമാക്കി ഇതിനോടകം തന്നെ 3 ചിന്തകൾ പഠിച്ചു. ഒന്നാമത്തെ ചിന്ത ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് മിമിക്കിംഗ് ഗോഡ്, ദൈവത്തെ അനുകരിക്കുന്ന പിശാച്. പിശാച് പറയും ഇതെല്ലാം എന്റെയാണ്, ഇതെല്ലാം എനിക്കുള്ളതാണ്. So God, the Satan, the evil is saying everything belongs to him. ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ഉടയവൻ ദൈവമാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആർ വി വർഷിപ്പിംഗ് റിയൽ ഗോഡ് ഓർ ദ മിമിക് ഗോഡ്? അനുകരിക്കുന്ന ദൈവത്തെയാണോ, ദൈവത്തിന്റെ അനുകരണങ്ങളെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അനുകരണങ്ങളിൽ നമ്മൾ ഒരിക്കലും വഞ്ചിതരാകരുത്. അങ്ങനെ ഒരു പരസ്യമുണ്ട് അല്ലേ, അനുകരണങ്ങളിൽ വഞ്ചിതരാകരുത്. The fakes, the copies, the mimics. We need to be beware of the mimics of God. അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്തുകൊണ്ട്, ക്രിസ്തുവിന്റെ പേരെടുത്തുകൊണ്ട്, അങ്ങനെയുള്ള വെളിപാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു എന്നൊരു പേരുണ്ട്, ആന്റി ക്രൈസ്റ്റ്. അന്തിക്രിസ്തു എന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിൽ എതിർ ക്രിസ്തുവാണ്. ഹി ഈസ് നോട്ട് ദ റിയൽ ക്രൈസ്റ്റ്, ഹി ഈസ് ദി മിമിക് ഓഫ് ക്രൈസ്റ്റ്. ഹി ഈസ് എ ഫേക്ക് ക്രൈസ്റ്റ്, ഒരു കപട ക്രിസ്തു. എനിക്ക് തോന്നുന്നു സഭ, ദൈവജനം വളരെ കെയർഫുൾ ആയിരിക്കണം. ഡോണ്ട് ബിക്കം എ പ്രേ ടു ദിസ് ആന്റി ക്രൈസ്റ്റ്. അന്തിക്രിസ്തുവില് അവന്റെ കീഴിൽ ആയി പോകരുത്. വി ഷുഡന്റ് ബി കോൺകേർഡ് ബൈ ദി ആന്റി ക്രൈസ്റ്റ്. അല്ലെ, യേശു കർത്താവിന്റെ പേരെടുത്തുകൊണ്ട് പലരും വരും എന്ന് ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലന്മാർ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിവെയർ ഓഫ് ദ മിമിക്സ് ഓഫ് ഗോഡ്. 2, ഡിലൂഷൻസ് ഓഫ് സെൽഫ് ഡിസെപ്ഷൻ. അല്ലെ, അവൻ പറഞ്ഞു ലോകത്തിന്റെ സകല മഹത്വങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം എന്റേതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് പലതും റിയൽ അല്ല. ദീസ് ആർ ഓൾ ഡിലൂഷൻസ്. അല്ലെ, ചിലതൊക്കെ വെറും പ്രകടനങ്ങളാണ്, വെർച്വൽ ഡിലൂഷൻസ്. നമ്മളിന്ന് പലരും കീഴ്പ്പെട്ടു പോയിരിക്കുന്നു. ചില കാഴ്ചകൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നു, which are not real, which are false and constructed, delusious realities. മൂന്നാമത് പറയുന്നത് നീ എന്നെ ഒന്ന് നമസ്കരിക്കുക. കുറുക്കു വഴികൾ, ഞാൻ അതിനെക്കുറിച്ച് ആമുഖമായി പറഞ്ഞു. 4മതായിട്ട് ഇവിടെ ഈ പിശാച് യേശു കർത്താവിനോട് പറയുന്നത് നീ എന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. എനിക്ക് തോന്നുന്നു ഈ 3ാമത്തെ പരീക്ഷണം വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കണം. പിശാച് ആവശ്യപ്പെടുന്നത് യു വർഷിപ്പ് മീ, നീ എന്നെ ആരാധിക്ക്, നീ എന്നെ നമസ്കരിക്ക്, ഇതെല്ലാം നിനക്ക് തരാം. ചിലതൊക്കെ നേടാൻ വേണ്ടി ആരാധിക്ക്. നമ്മളുടെ ഒക്കെ ആരാധനകളുടെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ അതാണ്. വി വർഷിപ്പ് ഗോഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് സംതിങ്. ആൻഡ് ഇഫ് വി ഡോണ്ട് വാണ്ട് എനിത്തിങ്, വി ഡോണ്ട് വർഷിപ്പ്. നമ്മൾ പലപ്പോഴും ചിലതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചിലതൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട്, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എപ്പോഴും ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് വർഷിപ്പ്, റിവാർഡ് ഓറിയന്റഡ് വർഷിപ്പ്. പ്രോഫിറ്റും നേട്ടവും ലാഭവും പ്രതിഫലവും ഒക്കെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന പ്രതിഫലം ഇച്ഛിച്ചുള്ളതല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ നന്മയിൽ നിന്ന് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. വി ഹാവ് ടു വർഷിപ്പ് ഗോഡ് ഫോർ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളാണ് ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ സന്നദ്ധമാക്കേണ്ടത്, ഒരുക്കേണ്ടത്. ഡോണ്ട് വർഷിപ്പ് ഗോഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് സംതിങ്.
And if we don't get what we expect, then we feel that our worship is not successful. നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ വിചാരം നമ്മളുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു, നമ്മളുടെ ആരാധന പരാജയപ്പെട്ടു എന്നാണ്. The devil's demand for devotion. Devil is demanding devotion. ഈ പിശാച് കർത്താവിനോട് പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്, you worship me, you bow before me, you recognize, accept and acknowledge my power. എൻ്റെ അധികാരത്തെ, എൻ്റെ ശക്തിയെ നീ അംഗീകരിക്ക്, നീ ആരാധിക്ക്. People wanted to be worshipped. എല്ലാവരും നമ്മളെ ആരാധിക്കണം, അല്ലെ? ആരാധകരാണ് നമ്മളൊക്കെ. ഒരർത്ഥത്തില് ആരാധന ആഗ്രഹിക്കുന്നത്, ആരെങ്കിലും ഒക്കെ നമ്മളെയൊക്കെ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ ആരാധനയോടുകൂടെ നോക്കണം. നമ്മളൊക്കെ ഫാൻസാണ്. They are not believers. They are not faithful people. Rather, we become the fans. ആരാധന, worship is the body language of faith. അതെ, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ശരീരഭാഷയാണ്. We have to worship in our body. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇവിടെ പിശാച് പറയുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കും. നമ്മുടെയൊക്കെ ആരാധനയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ലാഭങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ആരാധിക്കുന്നത്? Then there is a problem. It is idolatry. പിശാച് പറയുന്നത്, നീ ദൈവത്തെ ആരാധിക്കാനല്ല പറയുന്നത്, നീ ഒരു വിഗ്രഹാരാധിയാകാനാണ് പറയുന്നത്. നമ്മൾ കൽപ്പന പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്. പക്ഷെ നമ്മളൊക്കെ വിഗ്രഹാരാധികളാണ്. We all are idol worshippers, idolatrous generation. നമ്മളൊക്കെ വിഗ്രഹങ്ങളെ, പലതരത്തിലുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. പിശാച് പറയുന്നു, you bow before me. അതുകൊണ്ട് വിഗ്രഹാരാധനയെയും സത്യാരാധനയെയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. Sometimes our worship can become a devil's demand. ഈ പിശാചിന്റെ ആവശ്യമായി, പിശാചിന്റെ പ്രലോഭനത്തിന്റെ ഭാഗമായി നമ്മളുടെ ആരാധനകൾ മാറിയേക്കാം. When you try to lift yourself in worship, then it is an idolatry. നമ്മള് എന്തിനെങ്കിലുമൊക്കെ ആരാധനയിൽ, എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യത്തിലധികം ദൈവത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ അധികം നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നെങ്കിൽ that is idolatry. അത് എന്തായിരുന്നാലും കൊള്ളാം, വിശുദ്ധ കുർബാന ആയിരുന്നാലും കൊള്ളാം, നമ്മുടെ ചാൻഡിങ് ആയിരുന്നാലും കൊള്ളാം, നമ്മുടെ പാട്ടുകളായിരുന്നാലും കൊള്ളാം, നമ്മുടെ പ്രസംഗങ്ങളായിരുന്നാലും കൊള്ളാം. When we give undue considerations to the elements of worship, we forget to worship God. നമ്മുടെ ആരാധനയിലെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കടമകൾക്ക്, ശുശ്രൂഷകൾക്ക് അമിതമായി നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോകും. Don't be a worshipper of the liturgy. നമ്മൾ ആരാധനയുടെ ആരാധകരാകരുത്, ആരാധന ക്രമങ്ങളുടെ ആരാധകരാകരുത്, അല്ലെ? ഇന്നത്തെ സഭയൊക്കെ തമ്മിൽ വിഭജിക്കുന്നതിന്റെ ഒരു വലിയ കാരണമാണ് we worship the liturgies. ഓർത്തഡോക്സുകാർ ഓർത്തഡോക്സ് ലിറ്റർജിയെ ആരാധിക്കുന്നു, മാർത്തോമക്കാർ മാർത്തോമ ലിറ്റർജിയെ ആരാധിക്കുന്നു, CSIക്കാർ CSI ലിറ്റർജിയെ ആരാധിക്കുന്നു. ലിറ്റർജികൾ ഒന്നുമില്ല എന്ന് പറയുന്നവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള
പാട്ടുകളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ആരാധിക്കുന്നു. And those elements of worship is becoming idols which distract and destroy relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ആധ്യാത്മികമായ ബന്ധങ്ങളെ തകർക്കുന്ന വിധം നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, ആരാധനയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന പല എലമെന്റ്സ് പ്രസക്തം ആരാധനയെ തന്നെ ഇല്ലാതാക്കുന്നു. എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാവണം. ആരാധന ദൈവ കേന്ദ്രീകൃതമാകണം. അത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന എലമെന്റ്സിന്റെ വർഷിപ്പിന് ആരാധനയ്ക്കിടയാകരുത്. അത് ദൈവത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതിന് തുല്യമാണ്. So the distance between real worship and idolatry is not very far. It's very closeness. ഇതിനെ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മുടെ ആരാധന പിശാചിന്റെ അവകാശത്തിലാണോ, ആവശ്യപ്പെടലിലാണോ, അതോ ദൈവത്തെ വാസ്തവമായി ആരാധിക്കുവാനുള്ള മനസ്സോടുകൂടിയാണോ നമ്മൾ ആരാധിക്കാൻ കടന്നു വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവായ യേശുക്രിസ്തു സന്നദ്ധമായില്ല. ഫോർ ഹിം ആരാധന എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിരോധമാണ്, ഒരു വലിയ സമരമാണ്. നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് ആരാധന. അതുകൊണ്ടാണ് യേശു കർത്താവ് ശബ്ബത്ത് നാളിൽ ആ സ്ത്രീയെ സൗഖ്യമാക്കിയത്. 18 വർഷം അവൾ ആരാധിച്ചിട്ടും അവളുടെ രോഗം സൗഖ്യമായില്ല, അവർക്ക് വിടുതലുണ്ടായില്ല. എന്നാൽ യേശു കർത്താവ് അവളെ യഥാർത്ഥ ആരാധകയാക്കി. ആൻഡ് ഷീ വർഷിപ്ഡ് ഗോഡ് റിയലി. അതുകൊണ്ടാണ് പറഞ്ഞത് അവള് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുവരെ അവള് അവിടെയുള്ള പാട്ടിനെയും പ്രസംഗത്തെയും പ്രസംഗകരെയും നേതാക്കന്മാരെയും ലിറ്റർജികളെയും ഒക്കെ ആരാധിച്ച് മടങ്ങിപ്പോയി. And when Jesus saw her and when Jesus healed her, നമ്മളോട് വായിക്കുന്നു, അവള് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ആരാധന നമ്മളെ കീഴ്പ്പെടുത്തുന്ന, നമ്മളെ അടിമകളാക്കുന്ന എല്ലാ ശക്തികൾക്കെതിരെയുമുള്ള ഒരു വലിയ പോരാട്ടമാണ്, സമരമാണ്. ഇറ്റ്സ് നോട്ട് idolatry. അഞ്ചാമതായിട്ട് യേശു കർത്താവ് പറയുന്നു, യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടു പോ. അതുവരെ ആദ്യത്തെ 2 പ്രലോഭനങ്ങളിലും യേശു ഇങ്ങനെ ഹാർഷായിട്ടൊന്നും പറഞ്ഞില്ല. അവനുള്ള മറുപടി കൊടുക്കുന്നു, പിശാച് പിന്മാറുന്നു. പക്ഷെ 3ാമത്തെ പ്രാവശ്യം നമ്മൾ വായിക്കുന്നത്, സാത്താനെ എന്നെ വിട്ടുപോ. ബീയിങ് ഹാർഡ് ഓൺ ടെംപ്റ്റർ. നമ്മളുടെ പ്രലോഭനങ്ങളെ നമ്മൾ വളരെ കഠിനത്തോടുകൂടി ചില സമയത്ത് നേരിടണം. യേശു കർത്താവ് പിശാചിനെ പുറത്താക്കുകയാണ്. ഹി വാണ്ടഡ് ടു കാസ്റ്റ് ഔട്ട് ദ ടെംപ്റ്റർ ഫോർ എവർ. ഈ ചില കാര്യങ്ങളിൽ, ചില പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ വി നീഡ് ടു ബി ഹാർഡ് ഇൻ അവർ ലൈഫ്സ്. ചിലതിനോട് നമ്മൾ വളരെ കഠിനമായിട്ട് ഇടപെടണം. നമുക്ക് കഠിനമായതൊന്നും ഇഷ്ടമല്ല, നമ്മളെല്ലാം കോംപ്രമൈസ് ആണ്. we don't like to be hard on the tempter. നമ്മളെ തകർത്ത് കളയുന്ന, നമ്മളെ ഇല്ലാതാക്കി കളയുന്ന, നമ്മളെ നശിപ്പിച്ച് കളയുന്ന ജീവിത അവസ്ഥകളോട്, സാഹചര്യങ്ങളോട് നമുക്ക് വളരെ കഠിനതയോടുകൂടെ ഹാർഷായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ സ്കൂളിലെ ടീച്ചർമാര് ഹാർഷായിരുന്നു, പേരൻസ് ഹാർഷായിരുന്നു, അല്ലെ? കഠിനമായിരുന്നു ചില കാര്യങ്ങൾ. there is no compromise. ഇവിടെ പിശാചിനോട് കർത്താവ് പറയുന്നു, പിശാചെ
സാത്താനെ, നീ എന്നെ വിട്ടുപോ, ഡോണ്ട് കം ക്ലോസ്, ഗെറ്റ് ബിഹൈൻഡ് മീ. ഈ ഒരു ആർജവത്വം, ഈ ഒരു ധൈര്യം പലപ്പോഴും അങ്ങനെയുള്ളവരെ നമുക്ക് ഇഷ്ടമല്ല. We don't like people who are hard on realities. നമ്മുടെയൊക്കെ ജീവിതത്തിലെ തെറ്റുകളോട്, കുറവുകളോട്, ബലഹീനതകളോട്, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് കളയുന്ന, നമ്മളെ ഇല്ലാതാക്കി കളയുന്ന പ്രവണതകളോട് കഠിനമായി ഇടപെടുന്നവരെ നമുക്ക് ഇഷ്ടമല്ല. We want people who are so accommodating. ഇങ്ങനെ എല്ലാം സഹിച്ച് ഇങ്ങനെ പോകുന്നവരെയാണ് നമുക്ക് ഇഷ്ടം. യേശു പറയാണ്, നീ എന്നെ വിട്ടുപോ, ഡോണ്ട് കം നിയർ ടു മീ. അതിന്റെ അർത്ഥം ജീസസ് വാണ്ടഡ് ടു ലീവ്. ജീസസ് വാണ്ടഡ് ടു ഡിസ്റ്റൻസ് ഹിംസെൽഫ് ഫ്രം സൈറ്റൻ. ചില കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വമായി, ബോധപൂർവമായി അകന്ന് നിന്നെങ്കിലേ നമുക്ക് വിജയം നേടാൻ പറ്റൂ. നമ്മളെ നശിപ്പിച്ച് കളയുന്ന, നമ്മുടെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കി കളയുന്ന, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്ന, നമ്മുടെ സഭയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ ഇല്ലാതാക്കി കളയുന്ന, വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ നിലനിൽപ്പിനെ നശിപ്പിച്ച് കളയുന്ന, നമ്മളെ അകമേ നിന്ന് ഇല്ലാതാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളോട്, ചില പ്രവണതകളോട്, ചില പ്രലോഭനങ്ങളോട് നമ്മൾ വളരെ ഹാർഷായിട്ട്, ദയ കൂടാതെ, കൺസേൺ കൂടാതെ, കമ്പാഷൻ കൂടാതെ, അനുകമ്പയില്ലാതെ നമ്മൾ ഹാർഷാകണം. But the world may not like people who are harsh. യേശു കർത്താവിന് ദേഷ്യം വന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? He got angry. He got angry. രൂക്ഷമായിട്ട് പറഞ്ഞു, നീ വിട്ടുപോ. നമ്മളത് വളരെ കൂളായിട്ട് വായിക്കുന്നെങ്കിൽ there is a sense of anger. So far he has tolerated. പക്ഷെ when the devil decides to dance with the worship, when the Satan tried to falsify the worship, ആരാധനയെ കപടമാക്കാൻ, തെറ്റിപ്പിക്കാൻ ശ്രമിച്ചപ്പോ യേശു കർത്താവിന് ദേഷ്യം. At times it is good to get angry. ചില കാര്യങ്ങൾ ശരിയല്ലാതെ വരുമ്പോ ദേഷ്യം വരുന്നതിൽ തെറ്റൊന്നുമില്ല. യേശു കർത്താവിന് ദേഷ്യം വന്നു. യേശു കർത്താവ് പറഞ്ഞു, ഇറങ്ങിപ്പോടാ, ദൂരെ പോടാ, കടക്ക് പുറത്ത് എന്ന് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ, കടക്ക് പുറത്ത്. അങ്ങനെ പറഞ്ഞെങ്കിലേ ചില പിശാചുക്കളൊക്കെ പോകും. നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയണം. അതല്ലെങ്കിൽ നമ്മൾ പുറത്തായി പോകും. മറന്നു പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിലെ എന്തിനോടാണ് പുറത്തു പോകാൻ പറയേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് തിരിച്ചറിയണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ഈ നോമ്പിന്റെ നാളുകൾ, we need to be harsh and hard on the tempter. ഇന്നിപ്പോ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ആവിഷ്കരണത്തിനപ്പുറമൊക്കെ ഒരു വലിയ ഷോയാണ്. Our worship is become more than the expressions of faith. അത് പെർഫോമൻസുകളാണ്, അല്ലേ? Don't falsify the worship. പിശാചിനോട് നമ്മളെ തകർത്ത് കളയുന്ന, നമ്മുടെ ആരാധനാ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്നതിൻ്റെ
തകർത്ത് കളയുന്ന ജീവിത സാഹചര്യങ്ങളോട്, സംവിധാനങ്ങളോട്, ആഡംബരങ്ങളോട്, സൗകര്യങ്ങളോട് നമ്മൾ കഠിനമായിട്ട് ഇടപെടണം. എന്താണെങ്കിലും അത് കഠിനമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ, ചില കാര്യങ്ങളിൽ നമ്മൾ കഠിനമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ, പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ തകരും. ലീവ് ദ ടെംപ്ടേഷൻ. അങ്ങനെ ഒരു വാക്കുണ്ട്, ലീവ് ദ ടെംപ്ടേഷൻ ആൻഡ് ഡോണ്ട് ലീവ് എ ഫോർവേഡിങ് അഡ്രസ്. നമ്മൾ ചില സ്ഥലത്ത് കടകളിൽ ചെല്ലുമ്പോൾ ദ ഷോപ്പ് ഈസ് ഷിഫ്റ്റഡ് ടു ദ തേർഡ് സ്ട്രീറ്റ്, ഷോപ്പ് നമ്പർ 325 എന്ന് എഴുതി വെക്കും അല്ലേ. ചിലത് അന്വേഷിച്ച് ചെല്ലുമ്പം ഈ സാധനം ഇവിടുന്ന് പോയി ഇവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചില പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിച്ചു പോകും. പക്ഷെ എന്താണെന്നറിയാമോ, വി ഓൾവേസ് ലീവ് എ ഫോർവേഡിങ് അഡ്രസ്. കുഴപ്പമില്ല, ഞാൻ ഇപ്പം വിടുന്നേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെയൊക്കെ മാനസാന്തരം അതാ. ഇപ്പം ഞാനൊന്ന് നന്നായി എന്നുള്ളതേ ഉള്ളൂ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ഞാൻ എവിടെ ഉണ്ടെന്ന് അവിടെ ഞാൻ എഴുതി വെച്ചേക്കാം, ഞാൻ അവിടെ ഉണ്ടാവും. Don't leave the forwarding address. We need to be harsh on, we need to be hard on the tempting moments. ചില പ്രലോഭനങ്ങളെ, നമ്മളെ തകർക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ കഠിനമായിട്ട് ഇടപെടണം. എന്ത് തന്നെ ആയിരുന്നാൽ, നമ്മുടെ സംസാര ശൈലി, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, കുത്തിത്തിരിപ്പുകൾ, കൂട്ടം കൂടലുകൾ, നമ്മുടെ പൊളിറ്റിക്സുകൾ, ഗോസിപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കൊണ്ടാക്കലുകൾ, കള്ളുകൂടി, സിഗരറ്റ് വലി, കൂട്ടുകെട്ടുകൾ, ആവശ്യത്തിലധികം പലതിനോടും അടിമകളായി പോകുന്നത്, എന്താണെങ്കിലും see, we need to be harsh, we need to be hard on certain temptations. കഠിനമായി നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ദൈവം മാറ്റും, ദൈവം വിടുവിക്കും, ദൈവത്തിന്റെ സമയത്ത് ഞാൻ വിടുതൽ. നോ, we need to be hard on certain moments in our lives. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് വലിയ മാറ്റം ഉണ്ടായത്. ഇതിനെനിക്ക് വേണ്ട, ഇത് ഞാൻ വിടുക, I can live without this, I will move forward without this എന്ന് തീരുമാനിക്കണം. നീയുമായിട്ട് ഇനി ഒരു സംസർഗവുമില്ല. ഡോണ്ട് കം ടു മീ ഇൻ ദിസ് ഫോം. പിന്നീട് ഒരിക്കലും പിശാചിനെ നമുക്ക് യേശുവിന്റെ അടുക്കൽ ഇങ്ങനെ കാണത്തില്ല. ഇത് ഡയറക്റ്റ് എൻകൗണ്ടറാ. He said no, we will not have any direct face to face encounter anymore. You have to get behind me. Get behind me. പിന്നെ ഒരിക്കലും നമ്മൾ ഈ പിശാചിനെ നേരിട്ട് കാണുന്നില്ല യേശുവിന്റെ അടുക്കൽ. പക്ഷെ പിശാച് പിന്നെ നേരിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ, അവിടെ ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ വരുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് കയറാൻ പറ്റില്ല, പക്ഷെ യേശുവിന്റെ കൂടെ ഉള്ളവരുടെയൊക്കെ അടുത്ത് പോയിട്ട് അവരെയൊക്കെ എൻകൗണ്ടർ ചെയ്ത് അവരിലൂടെയൊക്കെ ചെന്ന് തന്റെ പദ്ധതി നടപ്പിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പിശാച്, Satan, the tempter will never leave you, I tell you. The tempter will never leave you. ഒരുപക്ഷെ പിശാച് നമ്മളുടെ അടുക്കൽ വരുന്ന ആദ്യ അനുഭവങ്ങളിലൂടെ വരില്ല. He will find other options to reach us. ഓരോരോ പുതിയ സംവിധാനത്തിലൂടെ ഒക്കെ വരും. ഒരിക്കലും മാറില്ല. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, കീപ് അവേ ഫ്രം മീ, മൂവ് അവേ ഫ്രം മീ. ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിലും ചിലതിനോടൊക്കെ നോ, ഗെറ്റ് ബിഹൈൻഡ്, സ്റ്റേ അവേ എന്ന് പറയാൻ കഴിയണം ഈ നോമ്പുകാലത്ത്.
അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കില്ല. നമ്മുടെ ആരാധന വിഗ്രഹാരാധന, ഐഡൽട്രി ആകരുത്. മാത്രമല്ല, നമ്മളെ തകർക്കുന്ന ചില ഏത് ജീവിത അനുഭവങ്ങളോടും നമ്മൾ വളരെ കഠിനമായി, തീവ്രമായി, സീലോടുകൂടെ ഇടപെടാൻ നമുക്ക് കഴിയണം. അതിന് ഈ നോമ്പാചരണത്തിന്റെ അവസാന നാളുകളിൽ, അവസാന ആഴ്ചകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങൾ നേരിടുന്ന, ഞങ്ങളെ തകർത്ത് കളയുന്ന ശക്തികളോട് കർത്താവ് വളരെ ശക്തമായി, വളരെ കഠിനമായി പ്രതികരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ മൃദു സമീപനങ്ങൾ, ഞങ്ങളുടെ സോഫ്റ്റ് അപ്രോച്ചുകൾ പലപ്പോഴും ഞങ്ങളെ തകർത്ത് കളയുന്നുണ്ട്, ഞങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്, ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റി കളയുന്നുണ്ട്. ഈ രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളോട്, തെറ്റായ ജീവിതക്രമങ്ങളോട്, പ്രവണതകളോട് കഠിനമായിട്ട് ഇടപെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആരാധന വിഗ്രഹാരാധനയായി തീരാതെ, ഞങ്ങളുടെ ആരാധന ഏതെങ്കിലുമൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള, നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചില അനുകരണങ്ങളാകാതെ, അഭിനയങ്ങളാകാതെ, കർത്താവെ, ഞങ്ങളുടെ ആരാധന സത്യസന്ധമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സത്യാരാധികളായി, ദൈവനാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഈ രാത്രികാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. നാളെ പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ജീവിതത്തിലെ പല അവസ്ഥകളോടും പോരാടുന്നവരെ ഞങ്ങൾ ഓർക്കും. കുടുംബജീവിതത്തിനുള്ളിൽ പല സാഹചര്യങ്ങളോടും നിരന്തരമായി സമരം ചെയ്യുന്നവരെ ഓർക്കും. വ്യക്തി ജീവിതത്തിലെ പല അവസ്ഥകളോടും ഉള്ളിൽ നിന്ന് തകർത്ത് കളയുന്ന, വീഴ്ത്തി കളയാൻ ശ്രമിക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരെ അവിടുന്ന് ശക്തീകരിക്കണമേ, അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവരുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട രൂപാന്തരം വരുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ പോരാട്ടത്തോടൊപ്പം അവിടുന്ന് നിൽക്കണമേ. പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ, അതിനോടൊക്കെ കർത്താവെ, സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണമേ. അവിടുത്തെ കൃപയിൽ അവരെ എല്ലാവരെയും സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താ, ദുഷ്ടൻ ഞങ്ങളെ വിട്ടിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു, ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ഈ ആഴ്ചയിലുള്ള ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ലീജയോട്, സങ്കീർത്തനം വായിച്ച അന്നമ്മ ജേക്കബ് ആൻറ്റിയോട്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നയിച്ച ആൻസിമാമയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ടും 7:30 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാവരെയും അതിലേക്കും പ്രത്യേകമായിട്ട് പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.